നമസ്കാരം. ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയിൽ പ്രതിരോധത്തിലാണ് കോൺഗ്രസ്. KPCC നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടും നടപടിയെടുത്തില്ല. ബാങ്ക് നിയമന അഴിമതിക്ക് കൂട്ടുനിന്ന IC ബാലകൃഷ്ണനെതിരെയാണ് ചോദ്യമുന. ഒപ്പം സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കർ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണത്തിൽ ദുരൂഹത. വർക്കലയിലെ CPIM പ്രവർത്തകന്റെ കൊലപാതകത്തിൽ ലഹരി മാഫിയ സംഘം പിടിയിൽ. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് പ്രധാനമന്ത്രിയും മന്ത്രിമാരും അനാദരവ് കാട്ടിയെന്ന കോൺഗ്രസ് ആരോപണം. എന്നീ വാർത്തകൾ വിശദമായി പരിശോധിക്കുന്നു. ഒപ്പം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങളും അറിയാം. ആദ്യം പോകുന്നത് വയനാട് DCC ട്രഷററുടെ ആത്മഹത്യ എന്ന വാർത്തയിലേക്ക്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ പോലീസ് പണമിടപാട് അന്വേഷിക്കും. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും തീരുമാനമായിട്ടുണ്ട്. ബത്തേരി അർബൻ ബാങ്ക് നിയമന അഴിമതിയുമായി ആത്മഹത്യയ്ക്ക് ബന്ധമുണ്ടെന്ന ആരോപണത്തിലാണ് അന്വേഷണം. സംഭവത്തിൽ IC ബാലകൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് IC ബാലകൃഷ്ണൻ MLA പ്രതികരണം. NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും മരണത്തിൽ പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. മരണം സംബന്ധിച്ച ദുരൂഹത ശക്തമാവുന്നതിനിടെ പണമിടപാട് സംബന്ധിച്ച രേഖകൾ പുറത്തു വന്നിരുന്നു. ഇതേക്കുറിച്ച് പോലീസ് അന്വേഷിക്കും. ഇപ്പോൾ പ്രത്യക്ഷ ഇടപെടൽ നടത്തിയെന്ന് തെളിവുകൾ പുറത്തുവന്നവരെ ചോദ്യം ചെയ്യും. NM വിജയൻ ഇടനിലക്കാരനായി പണം വാങ്ങിയെന്ന രേഖകൾ പോലീസ് പരിശോധിക്കും. കരാർ ഉടമ്പടിയിൽ പേരുള്ളവരെയും ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ബത്തേരി DYSP ആണ് സംഭവത്തിൽ അന്വേഷണം നടത്തുന്നത്. സംഭവത്തിൽ IC ബാലകൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തണമെന്ന് CPIM ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കളുടെ പീഡനം മൂലം ആത്മഹത്യ ചെയ്തത് നമുക്ക് ഓർമ്മയില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേതാവ് കൂടെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് CPIMന് ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. IC ബാലകൃഷ്ണൻ MLA തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതായിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണത്തിന്റെ ഭാഗമായി കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും പുറത്തു കൊണ്ടുവരണം. IC ബാലകൃഷ്ണൻ മാത്രമല്ല ഇതിന് ഉത്തരവാദി. KPCC നേതൃത്വം ഈ ആത്മഹത്യക്ക് ഉത്തരവാദിയാണ്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങിയ പണം ജോലി ലഭിച്ചില്ലെങ്കിൽ തിരിച്ചു കൊടുക്കുമെന്ന വ്യവസ്ഥ നേതാക്കൾ പാലിക്കാത്തതിനെതിരെ NM വിജയൻ നൽകിയ പരാതികളും പുറത്തു വന്നിട്ടുണ്ട്. നേതാക്കൾ പണം വാങ്ങി കൈയഴിഞ്ഞതോടെ നിസ്സഹായ അവസ്ഥയിലെത്തിയ NM വിജയൻ മകനും വിഷം നൽകി മരിക്കുകയായിരുന്നു എന്നാണ് ആരോപണമുയരുന്നത്. കത്തുകളിലും കരാർ ഉടമ്പടികളിലും പേരുള്ള IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് CPIM തിങ്കളാഴ്ച MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് IC ബാലകൃഷ്ണൻ പ്രതികരിച്ചു. കൈരളി ന്യൂസ്, വയനാട്. അനൂപ് KR ആണ് ഈ വാർത്തയിൽ വിശദമായ വിവരങ്ങൾ നൽകാനുള്ളത്. അനൂപ്, വിശദ അന്വേഷണത്തിന് ഉത്തരമേഖല DIGയുടെ നിർദ്ദേശം എന്നതാണ് അതിൽ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഏത് വിധത്തിലുള്ള ഒരു അന്വേഷണം പ്രതീക്ഷിക്കുന്നുണ്ട്? വലിയ ഗുരുതരമായ ആരോപണങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിനടക്കം KPCC നേതൃത്വത്തിന് വിമർശനമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത്. ആ അന്വേഷണത്തിന്റെ വിവരങ്ങൾ ആദ്യം. NM വിജയൻ വലിയ സാമ്പത്തിക ബാധ്യതയിലായ സാഹചര്യങ്ങൾ പരിശോധിക്കാൻ ആണ് പ്രാഥമികമായി ഇത്തരത്തിൽ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും വിശദമായ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഉത്തരമേഖല DIG രാജ്പാൽ മീണയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് നൽകാനും അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നു. പണമിടപാട് സംബന്ധിച്ചും ആത്മഹത്യക്ക് പ്രേരകമായ എല്ലാ സാഹചര്യങ്ങളും ഇത് സംബന്ധിച്ചുള്ള എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കാനാണ് ബത്തേരി DYSPക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിധത്തിൽ പോലീസ് പ്രത്യേകം ഈ സംഭവം അന്വേഷിക്കണം. തെളിവുകളുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ പുറത്തു വന്ന തെളിവുകൾ വിശദമായി പരിശോധിക്കണം. അതോടൊപ്പം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പലരുടെയും പക്കലുള്ള ഇത്തരത്തിലുള്ള രേഖകളും പണമിടപാട് സംബന്ധിച്ചുള്ള സൂചനകൾ സംബന്ധിക്കുന്ന രേഖകളുമെല്ലാം വിശദമായി പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടത്തണമെന്നുമാണ് നിർദ്ദേശം. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി പോലീസ് തെളിവുകൾ ശേഖരിക്കുകയും അതോടൊപ്പം അതിൽ പേരുകളുള്ള ആളുകളെ പ്രാഥമികമായി മൊഴിയെടുക്കുന്നത് ഉൾപ്പെടെ നടപടികളിലേക്കും പോലീസ് കടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പേരുകൾ പരാമർശിച്ച് പ്രധാനപ്പെട്ട നേതാക്കളിലേക്കും ഈ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴിയെടുക്കൽ എത്തും. ഏതായാലും സമീപ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ സംഭവത്തിൽ ഈ വിധത്തിലുള്ള പോലീസ് അന്വേഷണം തുടരുകയാണ്. മൊഴിയെടുക്കൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അതിന്റെ ഏറ്റവും പ്രധാന വശം അത് ഈ സാമ്പത്തിക ബാധിതരായിട്ടുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്. ബത്തേരി അർബൻ ബാങ്കിലെ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാടുകളിൽ ഇടനിലക്കാരനായിരുന്നു MN വിജയനെ സംബന്ധിച്ചുള്ള തെളിവുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അതേ തുടർന്ന് നേതാക്കൾ പണം വാങ്ങിയെടുക്കുകയും എന്നാൽ പിന്നീട്
ആ ജോലി ലഭിക്കാത്ത സാഹചര്യത്തിൽ അത് തിരികെ നൽകാനുള്ള നടപടികൾ ഉണ്ടായില്ല. അനൂപ്, അതെ ആ രണ്ട് കാരണങ്ങളാണ്. ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിന് പണം വാങ്ങിയെന്ന ഗുരുതരമായ ആരോപണം, അതിന് ഉദ്യോഗാർത്ഥി പുറത്തുവിട്ട അതിനു വേണ്ടി രേഖപ്പെടുത്തിയ ഒരു എഗ്രിമെന്റ്, പിന്നെ രണ്ടാമത്തേത് KPCC നേതൃത്വത്തിന് NM വിജയൻ കൊടുത്ത പരാതിയുടെ പകർപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു, K സുധാകരന് കൊടുത്ത കത്ത്. ഈ രണ്ടുപേരുടെ ജീവനെടുത്ത ഈ സംഭവത്തിൽ കോൺഗ്രസ് ഇതുവരെ ഒരു പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല. എത്ര കണ്ട് പ്രതിരോധത്തിലാണ് കോൺഗ്രസ്? സ്വാഭാവികമായും കോൺഗ്രസ് ഈ സംഭവത്തിൽ ഈ മരണം സംഭവിച്ച സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയിലാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ പ്രതിരോധത്തിലാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതുമായി ബന്ധപ്പെട്ട് NM വിജയൻ നേരത്തെ നൽകിയ പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് മുൻപാകെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിന് മുൻപിൽ ഇത് സംബന്ധിച്ചുള്ള പരാതികൾ, വിശദമായ പരാതികൾ ഈ NM വിജയന്റേത് മാത്രമല്ല, ഉദ്യോഗാർത്ഥികൾ വ്യക്തിപരമായി നൽകിയ പരാതികൾ ഉൾപ്പെടെ ഇവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ നടപടി സ്വീകരിച്ചില്ല. ആ ഘട്ടത്തിൽ ചില അന്വേഷണ കമ്മീഷനെയും മറ്റും പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഈ പലരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ച് അത്തരം അന്വേഷണങ്ങൾ അവസാനിക്കുകയാണ് ചെയ്തത്. അതിന്മേൽ നടപടികളൊന്നും ഉണ്ടായില്ല. ഇതെല്ലാം വലിയ തോതിൽ മാനസികമായി NM വിജയനെ തളർത്തിയിരുന്നു. അത് ഈ ആത്മഹത്യയിലേക്ക് തന്നെ നയിച്ച കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതായി അത് ഇത്തരത്തിലുള്ള അവഗണന ആ രീതിയിൽ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ വിശദമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ പറയുന്നത്. ഇക്കാര്യം സംബന്ധിച്ചുള്ള സൂചനകൾ തനിക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ നൽകുന്ന വിശദീകരണം. എന്നാൽ DCC നേതൃത്വത്തിന് മുൻപിൽ പരാതികളായി തന്നെ ഈ വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട്. ഏതായാലും അതാണ് ഇതിലൊരു ഒരു വൈപരീത്യം. അദ്ദേഹം ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുമ്പോഴും കൂടുതൽ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഏതായാലും അന്വേഷണം ആവശ്യപ്പെടുകയാണ് DCC പ്രസിഡന്റ് ചെയ്തത്. അതോടൊപ്പം IC ബാലകൃഷ്ണൻ ഈ വിഷയത്തിൽ പ്രത്യക്ഷത്തിൽ പ്രതിരോധത്തിലാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പുറത്തു വന്ന രേഖകളിലെല്ലാം IC ബാലകൃഷ്ണന്റെ പേര് പ്രാഥമികമായി പരാമർശിക്കുന്നു എന്നുള്ളതാണ്. ഈ ഉടമ്പടി കരാർ രേഖകളിലും മറ്റും IC ബാലകൃഷ്ണൻ പണം വാങ്ങിയതായാണ് പ്രധാനമായും പരാമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ IC ബാലകൃഷ്ണനെ കേന്ദ്രീകരിച്ചാണ് കോൺഗ്രസിൽ വലിയ വിവാദം പോകുന്നത്, വലിയ തർക്കങ്ങൾ. അനൂപ് തുടരണം. ഇടതു നിരീക്ഷണ റെജി ലൂക്കോസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, പണമിടപാട് സംബന്ധിച്ച ഈ കേസിലെ പണമിടപാട് സംബന്ധിച്ച രേഖകൾ പുറത്തു വന്നിരുന്നു. ഒപ്പിട്ടത് NM വിജയനാണ്. IC ബാലകൃഷ്ണന്റെ പേര് കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. K സുധാകരന് KPCC നേതൃത്വത്തിന് NM വിജയൻ കൊടുത്ത പരാതിയിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. IC ബാലകൃഷ്ണൻ ഈ പണം വാങ്ങി എന്നത് തന്നെ വലിയ അഴിമതി, ഒരു നിയമനത്തിന് ആ പണം വാങ്ങിയത് തന്നെ വലിയ അഴിമതി. അതിന് പുറമെ ഈ ജോലി കിട്ടിയില്ലെങ്കിൽ പണം തിരിച്ചു കൊടുക്കാമെന്ന വ്യവസ്ഥ ലംഘിക്കുന്നു. അതുവരെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഒറ്റപ്പെടുത്തുന്നു. ഇവർ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു കോൺഗ്രസ് ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഈ മറുപടി പറയാതിരുന്നത് കൊണ്ട് മാറുന്നതല്ലല്ലോ ആ കളങ്കം. തീർച്ചയായിട്ടും മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം മുൻ DCC പ്രസിഡന്റാണ് ഈ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹം ഇപ്പോൾ വയനാട് DCC ട്രഷറർ കൂടിയാണ്. പൊതുവെ നല്ല ഇമേജ് ഉള്ള സാധാരണക്കാരുമായിട്ടൊക്കെ ഇടപഴകി നല്ല ഒരു ഇമേജ് ഉള്ളൊരു നേതാവായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനെ മുൻനിർത്തിക്കൊണ്ട് അവിടുത്തെ സഹകരണ ബാങ്കുകളിൽ ജോലി വാഗ്ദാനം നൽകിയാണ് ഇപ്പോൾ ഈ IC ബാലകൃഷ്ണനെതിരെ വന്നിരിക്കുന്ന ആരോപണം. IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റ് ആയിട്ടും MLA ആയിട്ടും ഒരേ സമയം ഇരുത്തലാണ്. ഇപ്പൊ നിലവിലെ MLA ആണ്. അദ്ദേഹം DCC പ്രസിഡന്റ് കൂടെ ആയിരുന്ന സമയത്താണ് ഇതുപോലെ തന്നെ ഒരു റിട്ടയർഡ് അധ്യാപകനിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകനോ മകൾക്കോ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 30 ലക്ഷത്തോളം രൂപയാണെന്ന് തോന്നുന്നു വാങ്ങിയതിന്റെ ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയിൽ തന്നെ IC ബാലകൃഷ്ണന്റെ പേര് പ്രത്യേകം പറയുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ പുറത്തു വരുന്ന വാർത്തകളിൽ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ സമ്പാദിച്ചതായിട്ടാണ്, ഇങ്ങനെ അപഹരിച്ചെടുത്തതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്നിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ പണം തിരിച്ചു കൊടുക്കാം എന്നുള്ള വാഗ്ദാനം ഈ IC ബാലകൃഷ്ണനും സംഘവും നിർദ്ദയം അവഗണിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ പേരിലാണ് ശക്തിയായ ഒരു കോൺഗ്രസ് നേതാവ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനോടൊപ്പം ആത്മഹത്യ ചെയ്തു. ഇതും വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ട് ഒരിക്കലും എഴുത്തള്ളാൻ പറ്റത്തില്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശന് KPCC പ്രസിഡന്റ് ഒരു മറുപടി പറഞ്ഞേ പറ്റൂ. IC ബാലകൃഷ്ണൻ ഈ അഴിമതി ആരോപണങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണം. സുൽത്താൻ ബത്തേരിയിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു MLA എന്നുള്ള നിലയിൽ ഇനി അതിന് മുമ്പോട്ട് പോകാൻ പറ്റിയതില്ല. കേരളത്തിൽ ഇത് ആദ്യമായിട്ടില്ല. കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന മിക്കവാറും ഏതാണ്ട് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന കണക്ക് ശരിയാണെന്ന് പറഞ്ഞാൽ 162ഓളം സഹകരണ ബാങ്കുകളിൽ കോടിക്കണക്കിനുള്ള തട്ടിപ്പുകളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് വയനാട്ടിലെ ഇപ്പോൾ 3 ബാങ്കുകളിൽ നിയമനം നൽകാമെന്നും പറഞ്ഞുകൊണ്ട് കബളിപ്പിച്ചതായിട്ടാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന വാർത്തകൾ. IC ബാലകൃഷ്ണൻ അത് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. IC ബാലകൃഷ്ണൻ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഒക്കെ രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്തായിരുന്നു വളരെ ഗൗരവത്തിൽ തന്നെ പോകുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. IC ബാലകൃഷ്ണനെതിരെ ശക്തമായ നടപടിയിലേക്ക് അവർ പോയില്ല എങ്കിൽ ശക്തമായ പ്രശ്നവുമായിട്ട് വയനാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പോൾ
CPM-നൊപ്പം അവിടുത്തെ ജനങ്ങളും തെരുവിലിറങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. IC ബാലകൃഷ്ണനെ കുറിച്ച് നമുക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. IC ബാലകൃഷ്ണൻ ഇതുപോലുള്ള ആരോപണങ്ങൾ ആദ്യമായിട്ടല്ല, പല വിവാദപരമായ ആരോപണങ്ങൾ അതേക്കുറിച്ച് കാലങ്ങളായിട്ട് തന്നെ ഇപ്പൊ 3-ാം വട്ടമാണെന്ന് തോന്നുന്നു അദ്ദേഹം MLA ആയിട്ട് നിൽക്കുന്നത്, അദ്ദേഹത്തെ കുറിച്ച് വന്നിട്ടുണ്ട്. അതെല്ലാം അന്വേഷണ വിധേയമാക്കണം. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, കേരളത്തിന്റെ സഹകരണ മേഖലയിൽ കൊള്ളയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ. ഒരു തർക്കമില്ല കാര്യത്തിൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് വയനാട് എന്ന് പറയുന്ന ജില്ല മുഴുവൻ അറിയപ്പെടുന്ന കോൺഗ്രസിലെ താരതമ്യേന ആയിട്ടുള്ള നല്ലൊരു വ്യക്തിത്വമാണ് വിജയൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം നേരത്തെ DCC പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകനോടൊപ്പമാണ് അപമാനമാരും സഹിക്കാതെ കണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു തട്ടിപ്പുകാരന്റെ സ്ഥിതിയിലേക്ക് അദ്ദേഹം വഴിമാറിപ്പോകേണ്ട ഒരു ഗതികേടിലാണ് അദ്ദേഹം ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു തട്ടിപ്പുകാരനായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം ആത്മഹത്യ ചെയ്യത്തില്ല, ഒരു നിസ്സംശയം പറയാം. അപ്പൊ IC ബാലകൃഷ്ണൻ സംശയത്തിന്റെ മുൾമുനയിലാണ്. IC ബാലകൃഷ്ണൻ അടിയന്തരമായിട്ട് MLA സ്ഥാനം രാജിവെക്കണം. ചോദിക്കാനുള്ള ഒരു കാര്യം അതാണ്. ഏതാണ്ട് 3 ദിവസത്തോളം വിഷം ഉള്ളിൽ ചെന്നതിന് ശേഷം 3 ദിവസത്തോളം ഈ ട്രഷററും DCC ട്രഷററും മകനും ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് രണ്ടുപേരുടെയും മരണം സംഭവിക്കുന്നത്. ആദ്യം ഈ പണം വാങ്ങി എന്നൊരു പ്രശ്നം നിൽക്കുന്നു. ആ പണം വാങ്ങി നേതാക്കൾ കൈയഴിഞ്ഞതോടുകൂടി സമ്മർദ്ദത്തിലാകുന്ന ഘട്ടത്തിൽ KPCC നേതൃത്വത്തിന് പരാതി കൊടുക്കുന്നു NM വിജയൻ. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ നിൽക്കുന്ന ഘട്ടത്തിലും പരാതിയിൽ അനങ്ങിയില്ല എന്ന് മാത്രമല്ല, ഈ മരണം സംഭവിച്ചതിന് ശേഷവും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. IC ബാലകൃഷ്ണനെ സംരക്ഷിക്കുകയാണോ കോൺഗ്രസ്? അല്ല, 100% കോൺഗ്രസിന്റെ ചരിത്രം തന്നെ തട്ടിപ്പുകാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കൊള്ളയടിക്കാരും തട്ടിപ്പുകാരും ജനവഞ്ചകരെ സംരക്ഷിക്കുന്ന ഒരു പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. 3 ദിവസം അദ്ദേഹം ആശുപത്രി കിടന്നത് മാത്രമല്ല, അതിനു മുമ്പ് തന്നെ KPCCക്ക് പരാതി നൽകിയിട്ട് ആ പരാതി പരിഗണിച്ചിട്ട് പോലുമില്ല അദ്ദേഹത്തിനെ വിളിച്ചു ചോദിക്കാനോ ഈ IC ബാലകൃഷ്ണൻ അന്വേഷണത്തിന്റെ ഫലമായിട്ട് അദ്ദേഹമായിട്ട് ഈ സംസ്ഥാന കോൺഗ്രസുകാരുടെ നേതൃത്വത്തിൽ സംസാരിക്കാനോ പോലും തയ്യാറാകാതെ ഒരു മുൻ DCC പ്രസിഡന്റിനെയും നിലവിലെ ട്രഷററെയും മരണത്തിലേക്ക് വിടുകയായിരുന്നത്. അത് നിസ്സാരമല്ല. തന്നെയുമല്ല, ഇപ്പൊ നമ്മൾ ഏറ്റവും പുറത്തുവരുന്ന വാർത്ത അനുസരിച്ച് ഈ നിമിഷം വരെ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിനെ കുറിച്ച് അക്ഷരം പോലും വേണ്ടിയില്ല. അത് തന്നെ കടുത്ത വഞ്ചനയല്ലേ, കടുത്ത തെറ്റല്ലേ അവരുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആത്മഹത്യ ചെയ്യാനുള്ള നിർബന്ധിതനായ ഒരു മനുഷ്യനെ അതിലേക്ക് വലിച്ചഴിച്ചിട്ട് ഈ കോൺഗ്രസിന്റെ നേതൃത്വം നിശബ്ദമായിട്ട് ഇതിനോടൊരു പ്രതികരണം നൽകാതെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഇദ്ദേഹത്തിനെ 3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ള ഒറ്റ ആൾ പോലും, ഒരു കോൺഗ്രസ് നേതാവ് പോലും അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കിയിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വയനാട് പോലെ ഒരു ജില്ലയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കുകൾ നടന്ന ഈ കൊടും തട്ടിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 30 ലക്ഷമല്ല, ഏതാണ്ട് 2 കോടിയോളം തുക ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് 1 കോടി രൂപ വാങ്ങിച്ചത് അവർ തെളിവുകളെല്ലാം പുറത്തു വരുന്നേ ഉള്ളൂ. അപ്പൊ കോടാനുകോടികളുടെ തട്ടിപ്പാണ് ഈ MLA നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ആരോപണത്തിന്റെ മുൻമുന്നിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും ബത്തേരിയിലെ തന്നെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ധാർമ്മികമായ ഒരു ചുമതലയില്ല. തന്നെയുമല്ല, ഇദ്ദേഹത്തിനെ ആരെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാം ഈ കുറ്റവാളികളുടെ പട്ടികയിലേ പെടുത്തുള്ളൂ. സുൽത്താൻ ബത്തേരി പോലെ കർഷകരും കുടിയേറ്റക്കാരും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനെയാണ് വഞ്ചിച്ചുകൊണ്ട് ഇവർ ഈ ഒരു കൂട്ടം പൈസ തട്ടിയെടുത്തിരിക്കുന്നത്. എനിക്ക് വയനാട് നന്നാട്ടിനെതിരാണ്, നല്ല നിഷ്കളങ്കരായ മനുഷ്യരാണ്. അവരെയൊക്കെ ഇങ്ങനെ കൊടും ക്രൂരതയിലേക്ക് അഴിമതി വാങ്ങിച്ച് അവരുടെ തന്നെ നേതൃത്വത്തിലുള്ള അവരിൽ നിന്ന് വളർന്നു വന്ന ഒരു പ്രായമുള്ള ഒരു സാത്വികനായ ഒരു കോൺഗ്രസ് നേതാവിനെ കൊലയ്ക്ക് കൊടുക്കത്തക്ക രീതിയിലാണ് ഈ പ്രവർത്തനം നടന്നിരിക്കുന്നത്. സുൽത്താൻ ബത്തേരിയിലെ ഈ ബാങ്കിൽ അല്ലെങ്കിൽ അവർ നേതൃത്വം കൊടുക്കുന്ന പല ബാങ്കുകളും ഈ തട്ടിപ്പ്. ഞാൻ ഒരു കാര്യം പറയാം. KK എബ്രഹാം എന്ന് പറയുന്ന ആള് KPCC ജനറൽ സെക്രട്ടറി പ്രസിഡന്റായിരുന്ന പുൽപ്പള്ളി ബാങ്കിൽ നിന്നും ഒരു കോടിക്കണക്കിന് വെട്ടിപ്പെടുന്നത് എങ്ങനെ വെട്ടിപ്പെടുത്ത്? കേവലം 50-60 സെന്റ് മാത്രം ഒരു പാവപ്പെട്ടവരടുത്ത് നിസ്സാര തുകയ്ക്കുള്ള ആധാരം മറിച്ചു വെച്ച് ഈ പ്രസിഡന്റ് കോടികൾ തട്ടിയെടുത്ത് ആ ബാങ്കിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു KK എബ്രഹാം. അത് KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് തന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യാനായിട്ടുള്ള നോട്ടീസ് കിട്ടിയപ്പോഴാണ് ഈ കർഷകൻ ഈ വിവരം അറിയുന്നത്. ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം ജീവനൊടുക്കി. എന്നിട്ടും ഒരു നടപടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോലും ഈ KPCC ജനറൽ സെക്രട്ടറിക്ക് ഒരു നടപടിയോ അദ്ദേഹത്തിനെ പുറത്താക്കാനായിട്ടുള്ള സന്മനസ് ആദ്യഘട്ടങ്ങളിൽ കാണിക്കാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോൺഗ്രസിനെ വിശ്വസിച്ച് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ പണം നിക്ഷേപിക്കുന്നവരും അതിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുന്നവരും ഇനിയെങ്കിലും മറിച്ച് ചിന്തിക്കുക. ഇത്തരക്കാരെ തങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് കേരളത്തിലെ നിയമസഭയിൽ അയക്കണോ? IC ബാലകൃഷ്ണനെ കുറിച്ച് ഞാൻ പറഞ്ഞു. IC ബാലകൃഷ്ണൻ പല വിവാദങ്ങൾക്കും ഈ രീതിയിലുള്ളതിന് മുമ്പ് അദ്ദേഹം വാർത്തകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അടിയന്തരമായിട്ട് അദ്ദേഹത്തിനെ MLA സ്ഥാനം രാജിവെപ്പിക്കാൻ തയ്യാറാണ്. ഇല്ല, അദ്ദേഹം MLA സ്ഥാനം ഒഴിയണം. അതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. യെസ്, ജോലി ശരി. വളരെ നന്ദി ശ്രീ റജി ലൂക്കോസ് പ്രതികരിച്ചതിന്. ജോലി കൊടുക്കാമെന്ന് വാഗ്ദാനം കൊടുത്ത് പണം വാങ്ങുന്നു. ആ ജോലി കിട്ടിയില്ലെങ്കിൽ പണം തിരിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു, അത് തിരിച്ചു കൊടുക്കുന്നില്ല. അതിന് കൂടെ നിന്ന
കോൺഗ്രസ് നേതാവിനെ പ്രതിരോധത്തിലാക്കുന്നു, മരണത്തിലേക്ക് തള്ളിവിടുന്നു. ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കെ അത് KPCC നേതൃത്വത്തിന് പരാതിയായി കൊടുത്തിട്ടും പരാതി പരിഹരിക്കപ്പെടുന്നില്ല, ചോദ്യമുയരുന്നില്ല. മരണത്തിന് ശേഷം ഇപ്പോഴും കോൺഗ്രസ് അതിലൊരു മറുപടി പറയാതെ ഒളിച്ചു കളിക്കുകയാണ്. പ്രതിരോധത്തിലായിട്ടുണ്ട് അത്ര കണ്ട് കോൺഗ്രസ്. മറ്റു വാർത്തകളിലേക്ക് കൂടി, മറ്റ് പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. അനൂപ് KR ആണ് ഈ വിഷയത്തിൽ വിശദമായ വിവരങ്ങൾ തന്നത്. അടുത്തത് തിരുവനന്തപുരത്ത് സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണകാരണം വ്യക്തമായിട്ടില്ല. മൃതദേഹത്തിന് 2 ദിവസത്തിലധികം പഴക്കമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. മാനസ മനോജ് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാനുണ്ട്. മാനസ, എന്താണ് സംഭവിച്ചതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം? ഇന്ന് ഉച്ചയോടെയാണ് നടനും ഈ സിനിമ സീരിയൽ നടനായ ദിലീപ് ശങ്കറിന്റെ മരണ വാർത്ത പുറത്തു വരുന്നത്. ഇദ്ദേഹം സീരിയൽ ഷൂട്ടിങ്ങിനായി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നതായിരുന്നു. എറണാകുളം സ്വദേശിയാണ് ഇദ്ദേഹം. 19-ാം തീയതിയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ ഇദ്ദേഹം മുറിയെടുത്തത്. സാധാരണ എല്ലാ ഈ സീരിയൽ ചിത്രീകരണത്തിന് വരുമ്പോൾ സീരിയൽ താരങ്ങൾ സ്ഥിരമായി മുറിയെടുക്കുന്ന ഹോട്ടൽ തന്നെയാണ് അത്. ഇത്തരത്തിൽ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നാലെയാണ് 2 ദിവസം, അതായത് 26-ന് ശേഷം ഈ ചിത്രീകരണത്തിന് ഇടവേള ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 ദിവസത്തെ ഷൂട്ടിങ്ങിന് ആരും ഷൂട്ടിംഗ് ഇല്ലാത്തതിനാൽ തന്നെ ഇദ്ദേഹം സെറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ 2 ദിവസമായി ഫോണിൽ സഹപ്രവർത്തകർ ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതായത് ഫോൺ അറ്റൻഡ് ചെയ്യാത്ത ഒരു സ്വഭാവക്കാരനാണ് എന്നും സഹപ്രവർത്തകർ പറയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തെ തേടി അന്വേഷണവുമായി ഈ സഹപ്രവർത്തകർ ഹോട്ടലിലേക്ക് എത്തുന്നത്. തുടർന്ന് ഹോട്ടൽ ജീവനക്കാരുമായി സംസാരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തെ കാണാത്ത ആശങ്ക പങ്കുവച്ചപ്പോൾ ഇദ്ദേഹം താമസിച്ചിരുന്ന മുറി പരിശോധിക്കുന്നതിനിടയിലാണ് ദുർഗന്ധം അനുഭവപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടായത്. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. പോലീസും കൂടി ചേർന്ന് മുറി തുറക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുറന്നപ്പോഴാണ് ഇദ്ദേഹം മരിച്ച നിലയിൽ മുറിക്കകത്ത് നിലത്ത് കാണപ്പെടുന്ന രീതിയിലായിരുന്നു. അങ്ങനെയാണ് കണ്ടെത്തിയത് എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യാത്തതുപോലെ തന്നെ അതുകൊണ്ട് ഹോട്ടൽ ജീവനക്കാരും ഇതിനെ അതീവ ഗൗരവതരമായി, അതായത് ഇദ്ദേഹത്തെ കാണാത്തതിനെ തുടർന്ന് ആശങ്കയോ തന്നെ പങ്കുവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. പിന്നാലെ സഹപ്രവർത്തകർ വിളിച്ചിട്ട് കിട്ടാത്തപ്പോഴും 2 ദിവസത്തെ ഇടവേള കഴിഞ്ഞിട്ട് സെറ്റിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഇല്ലാത്തതിനാലാണ് സഹപ്രവർത്തകർ ഇദ്ദേഹത്തെ അന്വേഷിച്ച് ഇറങ്ങിയത്. ഇതിനോടൊപ്പം തന്നെ പോലീസ് പറയുന്നത് ഇദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആ വിവരം നമുക്കുണ്ടോ? 2 ദിവസമായും ഹോട്ടൽ മുറിയിൽ റൂം എടുത്ത് താമസിക്കുകയായിരുന്നു അദ്ദേഹം. ഈ 2 ദിവസത്തിനിടയ്ക്ക് സഹപ്രവർത്തകരും ബന്ധുക്കളും ഒന്നും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടാകില്ലേ? നിരന്തരം ഫോണിൽ സഹപ്രവർത്തകർ വിളിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റുള്ളവരും വിളിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് വിലയിരുത്തൽ. മാത്രമല്ല, ഇദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനല്ല എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിലായിരിക്കും കാര്യങ്ങളെന്നാണ് സഹപ്രവർത്തകർ കരുതിയിരുന്നത്. പിന്നാലെയാണ് സെറ്റിലേക്ക് വരാത്തതിനെ തുടർന്ന് അന്വേഷിച്ച് ഇറങ്ങിയത്, ഹോട്ടലിലേക്ക് ഇറങ്ങിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് സഹപ്രവർത്തകർ വ്യക്തമാക്കിയത്. എന്താണ് ആരോഗ്യ പ്രശ്നം എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. ഒപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെയും നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. മൃതദേഹം മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയിരിക്കും. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും എന്തുകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നത് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ഈ പ്രാഥമിക പരിശോധനയിലും ഇൻക്വസ്റ്റ് നടപടിയിലും തന്നെ ഒന്നും തന്നെ അസ്വാഭാവികത കണ്ടെത്തിയിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ രക്തസ്രാവം പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പുറത്ത് ലഭിച്ച വിവരം. ഏതായാലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നതടക്കമുള്ള 2 ദിവസത്തിലധികം പഴക്കമുണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് മരണം സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. മനസ, ഈ പോലീസ് നടപടിക്രമങ്ങൾ ഇപ്പോൾ ആ ഹോട്ടൽ മുറിയിൽ നിന്നുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികളെ കുറിച്ച് കൂടി അറിയാനുണ്ട്. പോസ്റ്റ്മോർട്ടം ഇന്നുണ്ടാകുമോ? തീർച്ചയായും ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. അല്പസമയം മുൻപാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഹോട്ടലിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ, അതായത് ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. ബന്ധുക്കളും എത്തിച്ചേരേണ്ടതുണ്ട്. ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്.
യെസ്, മാനസ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏതാണ്ട് 2 മണിക്കൂറുകൾക്ക് മുൻപാണ്. മരണകാരണം വ്യക്തമായിട്ടില്ല. മരണത്തിൽ ദുരൂഹത ഉണ്ടോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. മൃതദേഹത്തിന് 2 ദിവസത്തിലധികം പഴക്കമുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്. വർക്കലയിൽ ലഹരി മാഫിയ സംഘം CPIM പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 4 പ്രതികൾ പിടിയിൽ. വർക്കല വെട്ടൂർ സ്വദേശികളായ ഹായിസ്, നൂഹു, സൈദാലി, ജസീം എന്നിവരാണ് പിടിയിലായത്. പോലീസിൽ പരാതി നൽകിയ വൈരാഗ്യത്തിലാണ് ലഹരി മാഫിയ സംഘം കഴിഞ്ഞ ചൊവ്വാഴ്ച CPIM പ്രവർത്തകനായ ഷാജഹാനെ കൊലപ്പെടുത്തിയത്. പ്രതികളുടെ ലഹരി ഉപയോഗവും വിൽപ്പനയും എതിർത്തതും പോലീസിൽ പരാതി നൽകിയതുമാണ് വർക്കലയിലെ CPM പ്രവർത്തകനായ ഷാജഹാനെ കൊലപ്പെടുത്താൻ കാരണം. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് വെട്ടൂർ തീരത്തിന് സമീപം പതിയിരുന്ന പ്രതികൾ ഷാജഹാനെ വെട്ടിയത്. തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ ഷാജഹാനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേസിൽ 5 പേരാണ് പ്രതികൾ. ഇതിൽ 5-ാം പ്രതി ആഷിറിനെ പോലീസ് സംഭവ ദിവസം തന്നെ പിടികൂടി. ഒളിവിൽ പോയ വർക്കല വെട്ടൂർ സ്വദേശികളായ ഹായിസ്, നൂഹു, സെയ്ദാലി, ജസീം എന്നിവരെയാണ് പോലീസ് ഇന്ന് പിടികൂടിയത്. തമിഴ്നാട്ടിലേക്ക് കടന്ന് നാഗർകോവിൽ വഴി തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയ പ്രതികളെ ബലപ്രയോഗത്തിലൂടെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഷാജഹാന്റെ കൊലപാതകത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് കോൺഗ്രസും ചില സാമുദായിക സംഘടനകളും ശ്രമം നടത്തിയിരുന്നു. പ്രതികളെ കോൺഗ്രസ് സംരക്ഷിക്കുന്നുവെന്ന് നേരത്തെ CPIM ജില്ലാ സെക്രട്ടറി വി ജോയ് തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഈ വാർത്തയിലെ സമഗ്ര വിവരങ്ങൾ തരാൻ വിജനാണ് ഉള്ളത്. വിജൻ, ലഹരി ഉപയോഗം തടഞ്ഞതിനാണ് ഷാജഹാനെ കൊല ചെയ്യുന്നത്. ഒരു പ്രതിയെ മുൻപ് പിടിച്ചിട്ടുണ്ട്. ഇന്ന് 4 പ്രതികൾ കൂടി പിടിയിലാകുന്നു. എന്താണ് ഇവരുടെ പശ്ചാത്തലം? എന്നാലും കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. CPM പ്രവർത്തകനായ ഷാജഹാനെ ഈ ലഹരി മാഫിയ സംഘം കൊലപ്പെടുത്തുകയായിരുന്നു. വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഷാജഹാൻ മരണമടയുന്നത്. എന്തായാലും ഈ ലഹരി ഉപയോഗവും അതുപോലെ തന്നെ ലഹരി വിൽപ്പന ഉൾപ്പെടെയുള്ളവ ചോദ്യം ചെയ്യുകയും ഒപ്പം തന്നെ ഇതിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്ത വൈരാഗ്യത്തിലാണ് ഷാജഹാനെതിരെ നിഷ്ഠൂരമായ ഈ കൊലപാതകം ഉണ്ടായത്. എന്തായാലും ആ സമയത്ത് തന്നെ ആദ്യത്തെ പ്രതി ആഷിറിനെ പോലീസ് ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പിടികൂടിയിരുന്നു. മറ്റ് 4 പേരാണ് ഒളിവിൽ പോയിരുന്നത്. ഇവർക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയായിരുന്നു പോലീസ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ നടന്നുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ട് എന്ന വിവരം പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ നിരീക്ഷണത്തിലും ഒപ്പം തന്നെ ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും ആണ് ഈ പ്രതികളിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്. ഇവർ നാഗർകോവിൽ വഴി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് എത്തി എന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് പ്രതികൾ 4 പേരും, മറ്റ് 5-ാമത്തെ പ്രതി നേരത്തെ പിടിക്കപ്പെട്ടിരുന്നു. മറ്റ് 4 പേരും ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. എന്തായാലും ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് ഇവരെ കീഴ്പ്പെടുത്തിയത് എന്നാണ് പോലീസ് തന്നെ നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ കുറച്ച് ദിവസമായി ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളും ഒപ്പം തന്നെ സാമുദായിക സംഘടനകളും ഒക്കെ ഇത്തരത്തിൽ ഷാജഹാന്റെ മരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഒക്കെ ശ്രമം നടത്തിയിരുന്നു. അതെ വിജയൻ, ഷാജഹാന്റെ കൊലപാതകത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നു. ആ തരത്തിലുള്ള പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള ആരോപണം ജില്ലാ സെക്രട്ടറി വി ജോയ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. എന്താണ് കോൺഗ്രസിന് ഈ വിഷയത്തിലുള്ള താല്പര്യം? CPMന്റെ സജീവ പ്രവർത്തകനാണ് ഷാജഹാൻ. എന്നാൽ ഒരു സാമുദായികപരമായി ഈ കൊലപാതകത്തെ മാറ്റാനും അതൊരു സമുദായ സംഘടനയുടെ പ്രവർത്തകനായൊക്കെ മാറ്റാനുള്ള ശ്രമമൊക്കെ ആ ഘട്ടത്തിൽ നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു സാമുദായിക സംഘടനയെ കൂടി കൂട്ടുപിടിച്ചാണ് കോൺഗ്രസ് ഇതിൽ നടത്തിയൊരു ഇടപെടൽ ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഈ പ്രതികളെ ഉൾപ്പെടെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന കാര്യം, അത്തരത്തിലുള്ളൊരു ആരോപണം CPMന്റെ ജില്ലാ സെക്രട്ടറി വി ജോയ് തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ശക്തമായ അന്വേഷണം ഈ ലഹരി മാഫിയകൾക്കെതിരെയും ഒപ്പം തന്നെ ഈ കൊലപാതകങ്ങൾക്കെതിരെയും വേണം എന്ന കാര്യം CPM തന്നെ ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണം സംഘം രൂപീകരിച്ചാണ് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി വന്നിരുന്നത്. ഇതിനിടയിലാണ് രക്ഷപ്പെട്ട 4 പ്രതികളെയും ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. 5 പ്രതികളാണ് മൊത്തത്തിൽ ഈ കേസിൽ പ്രതികളായിട്ട് ഉള്ളത്. അതിൽ ആദ്യത്തെ ആളെയാണ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നത്. എന്തായാലും ഈ കേസിൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക്, അതായത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് വർക്കല പരിസരങ്ങളിൽ ഇത്തരത്തിൽ
പരാതികൾ ഉയർന്ന സാഹചര്യവും അത് കൊലപാതകത്തിലേക്ക് ഒക്കെ എത്തിയ സാഹചര്യവും പരിശോധിക്കാൻ തന്നെയാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വർക്കല മേഖലയിലെ ലഹരി ഉപയോഗത്തിനെതിരായ ശക്തമായ ക്യാമ്പയിനാണ് CPM DYFIയും ഒക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് CPMന്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള ഷാജഹാനെ ഈ ലഹരി മാഫിയ സംഘം കൊലപ്പെടുത്തുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി വേണം എന്ന ആവശ്യം ഉയരുകയും ഇതിൽ ഉള്ള കൃത്യമായ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച വ്യത്യസ്ത മേഖലകളിൽ നടത്തിയ പരിശോധനയിലും ഒപ്പം തന്നെ അന്വേഷണത്തിലുമാണ് നിലവിൽ പ്രതികൾ പിടിയിലായത്. ചില സാമുദായിക സംഘടനകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളുണ്ട്. അവർക്ക് ഇതിലുള്ള ഒരു കണക്ഷൻ എന്താണ്? വിഷയത്തിൽ അവരെ കണക്ട് ചെയ്യുന്നത് എന്താണ്? ഒപ്പം അറിയേണ്ടത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും വന്നിരുന്നോ? മറ്റൊന്ന്, ഈ പ്രതികളുടെ പിടിയിലായിട്ടുള്ള 5 പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം അങ്ങനെയൊന്നുണ്ടോ? ഇതിൽ സജീവ രാഷ്ട്രീയ പശ്ചാത്തലം ഉള്ള ആളുകളല്ല പ്രതികൾ. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെടുന്നവരും ഒപ്പം തന്നെ ലഹരി വിൽപ്പനയൊക്കെ നടത്തുന്ന ആളുകളാണ് എന്നാണ് പോലീസ് നേരത്തെ തന്നെ സൂചന നൽകിയിട്ടുള്ളത്. ഇത്തരം പരാതിയാണ് ഷാജഹാന്റെയും ഒപ്പം നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇക്കാര്യത്തിൽ ഇടപെട്ടു. ഈ കൊലപാതകത്തിന് ശേഷം CPM പ്രവർത്തകൻ എന്ന ലേബൽ മാറ്റാനായിട്ടുള്ള ഒരു നടപടിയൊക്കെ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിന് കോൺഗ്രസിൻ്റെയും അനുകൂലമായ ഒരു ഇടപെടൽ ഉണ്ടാവുക ചെയ്തിരുന്നു. സാമുദായിക സംഘടനകളുമായി ചേർന്ന് ഇതിനെതിരെ ശക്തമായ നിലപാട് CPM ആ ഘട്ടത്തിൽ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ട പ്രതികളെ പിടിക്കുന്നതിൽ നിന്ന് സംരക്ഷണം നൽകിയത് കോൺഗ്രസ് ആണെന്നൊരു ആരോപണത്തിലേക്കൊക്കെ എത്തിയിരുന്നു. ഈ നിലവിൽ 5 പ്രതികളും അത്തരത്തിൽ ഒരു കോൺഗ്രസുമായി സജീവമായി ഇടപെടുന്ന ആളുകളോ സാമുദായിക സംഘടനകളുമായി ഇടപെടുന്ന ആളുകളോ അല്ല. പക്ഷേ ഈ പ്രതികളെ സംരക്ഷിച്ച് ഇതിൽ ഒരു പുകമറ ഉണ്ടാക്കാനുള്ള ഒരു നീക്കമായിരുന്നു കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് CPM തന്നെ രംഗത്തെത്തിയിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ബന്ധുക്കളും അതുപോലെ തന്നെ ഈ ഷാജഹാന്റെ കുടുംബവും ഒക്കെ CPMനൊപ്പമാണ് എന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ പ്രതികളെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നത് എന്ന ആരോപണമാണ് CPM ഉന്നയിച്ചത്. എന്തായാലും പോലീസ് അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകണമെന്ന ആവശ്യം ഉന്നയിക്കുകയും അതിൽ നടപടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ ഇവരെ കസ്റ്റഡിയിലെടുത്തതോടെ വ്യക്തമാകുന്നത്. കൂടുതൽ അന്വേഷണവും ഒപ്പം ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും ഒക്കെ പൂർത്തിയാക്കി ഇവരെ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്യുക എന്ന പോലീസ് നടപടിക്രമം എന്താണ് എന്നതുകൂടി അറിയേണ്ടതുണ്ട്. ഇനി റിമാൻഡിലേക്ക് പോകുന്നു, അതിനുശേഷം തെളിവെടുപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ നടപടിക്രമങ്ങളിലേക്കൊക്കെ ഉണ്ടാകണം. അതിൽ പോലീസ് നടപടിക്രമങ്ങൾ ഇനി എന്തൊക്കെയാണ് ബാക്കി? ഈ പ്രതികൾ 5 പേരാണ് എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ പോലീസിന് വ്യക്തതയുണ്ടായിരുന്നു. 5ാമത്തെ ആൾ, അതായത് ഈ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 5ാമത്തെ ആളെ ആഷറിനെ ആ ഘട്ടത്തിൽ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഇയാളെ ചോദ്യം ചെയ്യുകയും ഇയാളിപ്പോൾ നിലവിൽ റിമാൻഡിലാണ് ഉള്ളത്. ഈ വർക്കലയിലെ ഒരു തീരത്തോട് ചേർന്ന ഭാഗത്ത് പതിയിരുന്നാണ് രാത്രിയിൽ ഷാജഹാനെ ആക്രമിക്കുകയും തലയ്ക്ക് മാരകമായി പരിക്കേൽപ്പിക്കുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഇടയിൽ മരണം സംഭവിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇതിൽ കൂടുതൽ മൊഴിയെടുപ്പും അതുപോലെ തന്നെ അക്രമത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള തെളിവ് ശേഖരണം ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രാഥമികമായ മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലും ഒക്കെ പൂർത്തിയാക്കിയ ശേഷം ഈ പ്രതികളെ റിമാൻഡ് ചെയ്യും, കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. തുടർന്നാകും ഈ 5 പേരെയും കസ്റ്റഡിയിൽ പോകാനുള്ള അപേക്ഷ പോലീസിന്റെ ഭാഗത്തുണ്ടാവുക. തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും ഒക്കെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. വിജിൻ വായാന്തോടാണ് വാർത്തയിൽ കൂടുതൽ വിശദമായ വിവരങ്ങൾ നൽകിയത്. വർക്കലയിൽ ലഹരി മാഫിയ സംഘം CPIM പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 4 പ്രതികളാണ് ഇന്ന് പിടിയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ പിടിയിലായിരുന്നു. ഉടനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്കാണ് ഇനി കടക്കാനുള്ളത്. മറ്റ് നടപടിക്രമങ്ങൾ എന്താണ് എന്നുള്ളത് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷമാണ് മറ്റ് നടപടിക്രമങ്ങൾ ബാക്കിയുള്ളത്. വിജയൻ വായാന്തോട് ആ വാർത്തയിൽ വിശദമായ വിവരങ്ങൾ നൽകിയത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തെ ചൊല്ലി കോൺഗ്രസ് BJP വാക്പോര് തുടരുന്നതിനിടെ കേന്ദ്ര സർക്കാർ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തെയും അപമാനിച്ചെന്ന ആരോപണവുമായി കോൺഗ്രസ്. സംസ്കാര ചടങ്ങിനെത്തിയ കുടുംബാംഗങ്ങൾക്ക് ഇരിപ്പിടമൊരുക്കിയില്ല. നിഗംബോധ് ഘട്ടിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ദൂരദർശൻ ഒഴികെയുള്ള മാധ്യമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചെന്നും സംപ്രേഷണം പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കേന്ദ്രീകരിച്ചായിരുന്നെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനായി സ്മാരകം നിർമ്മിക്കാനുള്ള സ്ഥലം അനുവദിക്കാത്തതിൽ രാഷ്ട്രീയ വിവാദം കത്തിനിൽക്കെയാണ് സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട പുതിയ ആരോപണം കോൺഗ്രസ് ഉയർത്തുന്നത്. സംസ്കാര ചടങ്ങിൽ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തോട് കേന്ദ്ര സർക്കാർ അനാദരവ് കാട്ടിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം പവൻ ഖേര ആരോപണങ്ങൾ എക്സിലൂടെ അക്കമിട്ട് നിരത്തുകയും ചെയ്തു. മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കിയില്ലെന്നും
മുൻനിരയിൽ 3 കസേരകൾ മാത്രമാണ് ക്രമീകരിച്ചിരുന്നതെന്നും പവൻ കേര ചൂണ്ടിക്കാണിച്ചു. ദൂരദർശൻ ഒഴികെയുള്ള മറ്റു വാർത്താ ഏജൻസികൾക്ക് സംസ്കാര ചടങ്ങുകൾ സംപ്രേഷണം ചെയ്യാൻ അനുമതി നൽകിയില്ല. മാത്രമല്ല, ദൂരദർശന്റെ സംപ്രേഷണം കേന്ദ്രമന്ത്രി അമിത്ഷായെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്രീകരിച്ചായിരുന്നെന്നും സംസ്കാര ചടങ്ങുകളും കുടുംബാംഗങ്ങളുടെ ദൃശ്യങ്ങളും പരമാവധി വെട്ടിക്കുറച്ചെന്നും കോൺഗ്രസ് ആരോപിച്ചു. അമിത്ഷായുടെ വാഹനവ്യൂഹം വിലാപയാത്രയെ തടസ്സപ്പെടുത്തിയെന്നും കുടുംബാംഗങ്ങളുടെ വാഹനങ്ങൾ പുറത്തു നിർത്തേണ്ടി വന്നതായും കോൺഗ്രസ് വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ ഭാര്യയ്ക്ക് ദേശീയ പതാക കൈമാറിയപ്പോഴും ഗൺ സല്യൂട്ട് നൽകിയപ്പോഴും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും എഴുന്നേറ്റില്ലെന്നും പവൻ കേര എക്സിൽ കുറിച്ചു. മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിന് സ്ഥലം അനുവദിക്കാത്തതിലും കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. 10 വർഷക്കാലം രാജ്യത്തെ സേവിച്ച പ്രധാനമന്ത്രിയോട് ബോധപൂർവമായ അനാദരവ് കാണിച്ചെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. അതേസമയം മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന് സ്മാരകം നിഷേധിക്കപ്പെട്ടത് എന്തെന്ന ചോദ്യം BJPയും ഉയർത്തി. ഓരോ നേതാവിനും പ്രത്യേക സ്മാരക സ്ഥലം വേണമെന്ന ആവശ്യത്തെ 2013 UPA സർക്കാർ എതിർത്തിരുന്നതായും BJP ചൂണ്ടിക്കാട്ടി. അനാവശ്യ വിവാദമുണ്ടാക്കി വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് BJP തുറന്നടിച്ചു. അതേസമയം സംസ്കാരത്തിനും സ്മാരകം പണിയുന്നതിനുമായി പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. ട്രസ്റ്റ് രൂപീകരിച്ച് സ്ഥലം കൈമാറുന്നതിനായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് ഉണ്ടെന്നും അതിനാൽ സംസ്കാരം യമുനാ തീരത്ത് നിഗംബോധ്ഘട്ടിൽ നടക്കട്ടെയെന്നുമാണ് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചത്. കൈരളി ന്യൂസ്, ദില്ലി. സ്മാരകം നിർമ്മിക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം നിരാകരിച്ചുകൊണ്ട് സംസ്കാരം നടത്തുന്നതിന് മുമ്പ് സംസ്കാരം നടത്തേണ്ട പ്രദേശത്ത് സ്മാരകം പണിയേണ്ടതാണ്. ആ ആവശ്യം ഉന്നയിച്ച് കോൺഗ്രസ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിയെ കണ്ടതാണ്, ആവശ്യം കൃത്യമായി ഉന്നയിച്ചതാണ്. പക്ഷേ അത് നിരാകരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, യമുനയുടെ തീരത്ത് ഇന്നലെ മൻമോഹൻ സിംഗിന്റെ സംസ്കാരം നടത്തി. പക്ഷേ കോൺഗ്രസിന്റെ ആവശ്യം അതേപടി നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടി മൃതദേഹത്തോട് അനാദരവ് കാട്ടി എന്നുള്ള വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. അതിൽ കൃത്യമായ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ദൂരദർശന് മാത്രമാണ് അനുമതി കൊടുത്തത്, മറ്റു മാധ്യമങ്ങൾക്കൊന്നും അനുമതി കൊടുത്തില്ല എന്ന് മാത്രമല്ല, ദൂരദർശൻ ഈ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ വിഷ്വൽസ് പകർത്തിയത് എന്ന ഗുരുതരമായ ആരോപണമുണ്ട്. മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങൾക്ക് ഇരിപ്പിടം നൽകിയില്ല. ആദ്യത്തെ വരിയിൽ 3 സീറ്റുകൾ മാത്രമാണ് ഒഴിച്ചിട്ടത്. ബാക്കിയുള്ളത് അമിത്ഷായ്ക്കും പ്രധാനമന്ത്രിക്കും അടക്കമുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. കുടുംബാംഗങ്ങളെ അവഹേളിച്ചു. സൈന്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതായത് ഔദ്യോഗികമായ ബഹുമതികളോടുകൂടി ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കാരം നടത്തുന്ന സമയത്ത് സൈന്യത്തിന് ആ പ്രദേശം മുഴുവൻ സൈന്യമുണ്ടായിരുന്നതോട് കുടുംബാംഗങ്ങൾക്ക് ആ ചടങ്ങുകൾ കൃത്യമായി കാണാൻ കഴിഞ്ഞില്ല എന്ന് തുടങ്ങുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രിയോട് രാജ്യത്തിന്റെ ഒരു മുൻ പ്രധാനമന്ത്രിയോട് വലിയ രീതിയിലുള്ള അനീതി കാണിച്ചു എന്നുള്ള വിമർശനം കോൺഗ്രസ് ഉന്നയിക്കുന്നു. ആ ഘട്ടത്തിൽ BJP ഇതിനെ കൈകാര്യം ചെയ്യുന്നത് അനാവശ്യമായ ഒരു വികാരമുണ്ടാക്കാൻ, വിവാദമുണ്ടാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന വിശദീകരണത്തോടു കൂടിയാണ് അവരുടെ പ്രതിരോധം കഴിഞ്ഞ മണിക്കൂറുകളിൽ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈവനിംഗ് ഡിബേറ്റിൽ ഇനി സംസ്ഥാന കലോത്സവത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ചാണ്. കൗമാരകലയ്ക്ക് അരങ്ങുണരാൻ ഒരാഴ്ചകാലം മാത്രം ബാക്കി നിൽക്കെ ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് തലസ്ഥാന നഗരി. ജനുവരി 4 മുതൽ 8 വരെയാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് നടക്കുന്നത്. കലാപ്രതിഭകളെ വരവേൽക്കാനുള്ള ആവേശത്തിലാണ് നാടും നഗരവും. കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇനി ഒരാഴ്ചക്കാലം മാത്രമാണ് ദൂരമുള്ളത്. കുരുന്നുകളുടെ കലാപ്രകടനത്തെ വരവേൽക്കാൻ തിരുവനന്തപുരം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നഗരം മാറി. കലകളുടെ സംഗമവേദിയായി തലസ്ഥാനം ഇനി കലസ്ഥാനമായി മാറും. നഗരത്തിൽ തയ്യാറാക്കിയ 25 വേദികളിലാണ് മത്സരം നടക്കുക. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള എല്ലാ വേദികൾക്കും നൽകിയിരിക്കുന്നത് നദിയുടെ പേരുകൾ. സെൻട്രൽ സ്റ്റേഡിയമാണ് പ്രധാന വേദി. ഓരോ വേദിയിലേക്കും വേഗത്തിലെത്താൻ QR കോഡ് സംവിധാനം ഒരുക്കും. വിദ്യാർത്ഥികൾക്കുൾപ്പെടെ താമസമൊരുക്കിയ ഇടങ്ങളിൽ വേദികൾ സംബന്ധിച്ച ബോർഡുകൾ സ്ഥാപിക്കും. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകളും ഉണ്ടാകും. കലോത്സവത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ പ്രൊമോ വീഡിയോകൾ ഇതിനോടകം തന്നെ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. 8 വർഷത്തിനു ശേഷം വേദിയാക്കുന്ന തിരുവനന്തപുരത്തെ പ്രധാന ഇടങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പ്രൊമോ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്.
ഗോത്രകലകൾ കൂടി ഉൾപ്പെടുത്തിയ കലോത്സവം ഇത്തവണത്തെ പ്രത്യേകതയാണ്. മംഗലംകളി, പണിയനൃത്തം, പളിയനൃത്തം, മലപ്പുലയാട്ടം, ഇരുളനൃത്തം എന്നീ 5 ഗോത്രനൃത്ത രൂപങ്ങളാണ് വേദിയിലെത്തുക. 249 ഇനങ്ങളിലായി 15,000-ൽ പരം പ്രതിഭകളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുക. സംസ്കൃതോത്സവവും അറബിക് കലോത്സവവും ഇതിനൊപ്പം നടക്കും. സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മാനസ മനോജ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. മാനസ, നഗരത്തിൽ തയ്യാറാക്കിയ 25 വേദികളിലാണ് ഇത്തവണത്തെ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. ഈ വേദികൾക്കൊക്കെയും നദികളുടെ പേരിട്ടിരിക്കുന്നു. ഇതുവരെ എവിടെ വരെ എത്തിയിരിക്കുന്നു ഒരുക്കങ്ങൾ? തീർച്ചയായും അന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാന ഘട്ട ഒരുക്കത്തിലാണ് ഈ കലോത്സവ ഒരുക്കം എത്തി നിൽക്കുന്നത്. നിലവിൽ നമ്മൾ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കാണ് ഉള്ളത്. ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകും, രാവിലെ നമ്മൾ വരുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഇപ്പോൾ ഉണ്ടായിരുന്നത്. അവസാനഘട്ട ഒരുക്കങ്ങൾ ഇങ്ങനെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ മുതൽ തന്നെ ഈ സ്റ്റേജ് അതുപോലുള്ള കാര്യങ്ങളൊക്കെയും കെട്ടാനായുള്ള ജോലിക്കാർ എത്തി അത് പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഉള്ളത്. ഒപ്പം തന്നെ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ 25 വേദികൾക്കും ഇത്തവണ നിർദ്ദേശിക്കുന്നത് നദികളുടെ പേരാണ്. ഇതുവരെയും പേരുകളൊന്നും തന്നെ എവിടെയും സ്ഥാപിച്ചിട്ടില്ല എങ്കിൽ കൂടിയും അതിൻ്റെ ഒരു ആകാംക്ഷ കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ അടക്കം വേദികൾക്ക് ഒരുക്കിയ പേരുകൾ വളരെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഇത്തവണ നദികളുടെ പേരാണ് വേദികൾക്ക് ഇടാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ വേദിയിലേക്കും വേഗത്തിൽ എത്താൻ QR കോഡ് സംവിധാനം, അതായത് പല ജില്ലകളിൽ നിന്നായി വരുന്ന കുട്ടികളാണ്. അതുകൊണ്ട് അവർക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് ഈ സ്ഥലങ്ങൾ പരിചിതമായിരിക്കില്ല. അതുകൊണ്ട് എത്താനുള്ള എളുപ്പത്തിന് വേണ്ടി QR കോഡ് സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. ഒപ്പം തന്നെ താമസിക്കുന്ന സ്ഥലത്ത് വേദികൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വേദികളിൽ നിന്നും മറ്റു വേദികളിലേക്ക് പോകാനുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളും തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെയും ഇത്തവണത്തെ കലോത്സവത്തെ അതിഗംഭീരമാക്കാനുള്ള ഒരു മുൻകരുതൽ നടപടി തന്നെയാണ്. മാത്രമല്ല ഇത്തരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുമ്പോൾ കുട്ടികളും അതോടൊപ്പം തന്നെ എളുപ്പത്തിൽ എല്ലാ വേദികളിലേക്കും എത്താനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. ഒപ്പം പ്രധാനമായും പറയാനുള്ളത് ഇത്തവണത്തെ കലോത്സവത്തിന് മുന്നോടിയായി ഒരുക്കുന്ന ഈ പ്രൊമോ വീഡിയോകളാണ്. 8 വർഷത്തിന് ശേഷമാണ് തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും ഒരു കലോത്സവം എത്തുന്നത്. ദിവസങ്ങൾ, അതായത് ഇനി 5-6 ദിവസങ്ങൾ കഴിഞ്ഞാൽ കലസ്ഥാനമായി മാറുന്ന തലസ്ഥാനത്തെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ ഉൾച്ചേർന്ന വീഡിയോകളാണ്, അതായത് 1000 റീലുകളാണ് വിവിധ സ്കൂളുകളിൽ നിന്നായി അയച്ചു കൊടുത്തത്. അത് ഇതിനോടകം തന്നെ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാന ഇടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള റീലുകളും നമ്മളും കണ്ടുവരികയാണ്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഓരോ സ്കൂളുകളും വിദ്യാഭ്യാസ വകുപ്പിന് ഇത് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ പറയേണ്ടത് 249 ഇനങ്ങളിലായി 15,000-ൽ പരം കുട്ടികളാണ് ഇത്തവണ കലോത്സവത്തിനായി പങ്കെടുക്കുന്നത്. ഈ മാത്രമല്ല ഗോത്രകലകൾ കൂടി ഉൾപ്പെടുത്തിയ കലോത്സവമാണ് ഇത്തവണത്തെ വലിയൊരു കൂടിയുണ്ട്. ഗോത്രകലകൾ ഉൾപ്പെടുത്തിയ കലോത്സവം കൂടിയാണ് ഇത്തവണ. തീർച്ചയായും അന്ന സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗോത്രകലകൾ ഉൾപ്പെടുത്തുമ്പോൾ ഒരു മാറ്റം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു പുതു അവസരം കൂടിയാണ് കുട്ടികൾക്കായി തുറന്നു കൊടുക്കുന്നത്. എന്നും LDF സർക്കാർ ജനങ്ങൾക്കൊപ്പം തന്നെയായിരുന്നു, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം തന്നെയായിരുന്നു. അത് ഒന്നുകൂടി കലോത്സവത്തിൽ കൂടി പ്രകടമാക്കുകയാണ്. ഇത്തരത്തിൽ ഗോത്ര കലകൾ കൂടി ഉൾപ്പെടുത്തുമ്പോൾ അത് കലോത്സവത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തവണ ഇത്തരത്തിൽ നിരവധി പ്രത്യേകതകൾ തന്നെയാണ് കലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം ജില്ല. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഈ കലോത്സവം ഗംഭീരമാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമായിട്ടുള്ളത്. ഒപ്പം ഈ 63ാമത് കലോത്സവം തലസ്ഥാന നഗരിയിലേക്ക് എത്തുമ്പോൾ കലാരൂപങ്ങളുടെ അല്ലെങ്കിൽ കലകളുടെ ഒരു ആഘോഷം തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചലച്ചിത്രോത്സവമായിരുന്നു തലസ്ഥാനം കണ്ടിരുന്നതെങ്കിൽ വിവിധ കലകളുടെ ഒരു പൂരം തന്നെ കാണാനാണ് പോകുന്നത്. 4 മുതൽ 8 വരെയാണ് കലോത്സവം നടക്കുന്നത്. 5 രാപ്പകലുകളാണ്. കുട്ടികളുടെ വിവിധ കലാരൂപങ്ങൾ, അവരുടെ കഴിവുകൾ ഇതൊക്കെയും തന്നെ വിലയിരുത്തുന്ന ഒരു പ്രധാന ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ തലസ്ഥാനം എത്രയും പെട്ടെന്ന് സജ്ജമാവുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ എല്ലാ മിനുക്കുപണികളുമാണ്, അവസാനഘട്ട ഒരുക്കമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മൾ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ഇതുപോലെ
ഉള്ള മറ്റ് വേദികളിലും പണി പൂർത്തിയാക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും തന്നെയാണ്. ഈ വിവിധ നദികളുടെ പേരുകൂടി വരുമ്പോൾ ഒന്നുകൂടി വേദിയെ ഭംഗിയാക്കും എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയാൻ തോന്നുന്നത്. അന്ന, IFFKയുടെ ആവേശവും ബഹളവും ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു തണുപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് അടുത്ത കലാമാമാങ്കത്തിന് വേദിയാവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരം ഉള്ളത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടക്കുന്നു. മാനസയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച മകൻ അറസ്റ്റിൽ. കൊല്ലം സ്വദേശി മനുവാണ് അറസ്റ്റിലായത്. വലക്കര പടിഞ്ഞാറ്റക്കര വലിയത്ത് വീട്ടിൽ കൃഷ്ണകുമാരിക്കാണ് വെട്ടേറ്റത്. ഇന്ന് രാവിലെയാണ് സംഭവം. മുഖത്തും കൈക്കും പരിക്കേറ്റ കൃഷ്ണകുമാരിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രാജ്കുമാർ വിവരങ്ങൾ നൽകാനുണ്ട്. രാജ്കുമാർ, എന്താണ് സംഭവിച്ചത്? എന്തായിരുന്നു ഈ പ്രതിയുടെ ഉദ്ദേശം? കൃഷ്ണകുമാരിയുടെ നില എങ്ങനെയാണിപ്പോൾ? ഇന്ന് രാവിലെ 10 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്. ഈ വീട്ടിൽ ഉണ്ടായിരുന്ന കൊല്ലം തേവലക്കര സ്വദേശിനിയായ കൃഷ്ണകുമാരിയെ മദ്യപിച്ചെത്തിയ മകൻ വെട്ടുകയായിരുന്നു. ഇത് മദ്യപിക്കാൻ കാശ് ചോദിച്ചു, അത് നൽകിയില്ല എന്നുള്ള വിരോധത്തിലാണ് ആക്രമിച്ചതെന്ന് പോലീസ് പറയുന്നു. കൊല്ലം ചവറ തെക്കുംഭാഗം പോലീസ് ഈ മനുവിനെ കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖത്തും കയ്യിലുമാണ് പരിക്കേറ്റത്. വിദഗ്ധ ചികിത്സയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ കൃഷ്ണകുമാരിയെ മാറ്റിയിട്ടുള്ളത്. പോലീസ് ഇതിൽ എന്താണ് പറയുന്നത്, രാജ്കുമാർ? നിരവധി ഈ പോലീസിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ പറയുന്നത് ഇയാൾക്ക് മദ്യപാന ശീലമുണ്ട്. പലപ്പോഴും ഇതുപോലെയൊക്കെ ഉള്ള ഒരു അക്രമ സ്വഭാവം കാണിച്ചിരുന്നു. മദ്യപിക്കാൻ പണം പലപ്പോഴും ആവശ്യപ്പെടുമ്പോൾ അമ്മ അത് നൽകാൻ കഴിയില്ല എന്ന് അറിയിച്ചതിന്റെ ഒരു വിരോധമാകാം ഇങ്ങനെ ഒരു ഇതിലേക്ക് കലാശിച്ചു എന്നാണ് ഒരു പോലീസിന്റെ വിലയിരുത്തൽ. ഇയാളെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. രാജ്കുമാർ, ഈ കൃഷ്ണകുമാരിയോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? അവരുടെ നില ആ തരത്തിൽ മെച്ചപ്പെട്ടിട്ടുണ്ടോ ഇപ്പോൾ? അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുക. കാരണം മുൻപ് ഇത്തരം അക്രമ സ്വഭാവം അമ്മയോട് കാണിച്ചിട്ടുണ്ടായെങ്കിൽ. അല്ല, മുമ്പും ഇതുപോലത്തെ സംഭവം നടന്നതായി അയൽവാസികളും മറ്റു ബന്ധുക്കളും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നിലവിൽ ആശുപത്രിയിൽ ICUവിൽ കഴിയുന്ന അമ്മയുടെ മൊഴി പോലീസിന് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അത് നാളെയോ മറ്റന്നാളോ ആയിരിക്കാം. നിലവിൽ ആ ഒരു ഗുരുതരമായിട്ട് ഈ അമ്മയ്ക്ക് കൃഷ്ണകുമാരിക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇനി നാളെ മറ്റന്നാളോ ആയിരിക്കാം പോലീസ് ഇവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുക. നിലവിൽ ഈ മകന്റെ ഈ മദ്യപാന ശീലം, അതിനെ ചൊല്ലിയുണ്ടായ വഴക്കുകളും പ്രശ്നങ്ങളും നാട്ടുകാർക്കൊക്കെ ഒരു പ്രശ്നം തന്നെയായിരുന്നു ഇയാൾ എന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ള പ്രാഥമികമായ വിവരം. ഇനി ബന്ധുക്കളിൽ നിന്നോ പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്, അയൽവാസികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ജനപ്രതിനിധികളുടെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അവരുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടുപേരും മാത്രമാണോ ഈ വീട്ടിൽ താമസം? മറ്റുള്ളവർ ഈ വീട്ടിലുണ്ടായി. പക്ഷെ ഈ സംഭവം നടക്കുമ്പോൾ ഇവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഇയാൾ മദ്യപിച്ച് വന്ന് രാവിലെ 10 മണിയോടുകൂടി ഈ മുഖത്തും തലയ്ക്കും ഒക്കെ വെട്ടി പരിക്കേൽപ്പിക്കുന്നത്. അതെ, രാജ്കുമാറാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് ഒരു അമ്മയെ മകൻ വെട്ടി പരിക്കേൽപ്പിച്ചു. ഗുരുതരമായ നിലയിലാണ് അമ്മയുള്ളത്. ആശുപത്രിയിലേക്ക് കൃഷ്ണകുമാരി എന്ന സ്ത്രീയെ മാറ്റിയിട്ടുണ്ട്. കൊല്ലം സ്വദേശി മനു കസ്റ്റഡിയിലായിട്ടുണ്ട്. വലക്കര പടിഞ്ഞാറ്റക്കര വലിയത്ത് വീട്ടിൽ കൃഷ്ണകുമാരിക്കാണ് ഈ സംഭവത്തിൽ വെട്ടേറ്റിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം. രാജ്കുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇതോടുകൂടി ഈവനിംഗ് ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.